Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. ടാർഗറ്റ് CUET 2024-ന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ CUET PG സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടുള്ള പാർട്ട് എയിലെ 5 ചോദ്യങ്ങൾ വരുന്ന ജനറൽ അവയർനെസ്സിലെ മുൻ വർഷം ചോദിച്ചിട്ടുള്ള, അതായത് 2023 CUET PGക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു വരുന്നുണ്ട്. ഈ ഡിസ്കഷന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് CUET PG 2024-ൽ എങ്ങനത്തെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക എന്നൊരു ധാരണ തരിക. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മാച്ച് ദ ഫോളോയിങ് ആണോ, അതോ ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ടോ, ഡേറ്റിലാണോ കൂടുതൽ ഫോക്കസ്, അല്ലെ വ്യക്തികളിലാണോ കൂടുതൽ ഫോക്കസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാന്നുള്ളതാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം, ഇതേ ചോദ്യങ്ങൾ തന്നെ അടുത്ത വർഷം ചോദിക്കാനുള്ള സാധ്യത 1% നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0 ആണ്. പക്ഷെ അതിലുപരി എങ്ങനത്തെ ചോദ്യങ്ങൾ, എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ, അതിനെങ്ങനെയൊക്കെ തയ്യാറെടുക്കാം, ഏതൊക്കെ ഏരിയാസ് നോക്കിയാലായിരിക്കും നിങ്ങൾക്ക് അടുത്ത വർഷം ഈ പരീക്ഷ എളുപ്പമാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ CUET PGക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് UG+ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അക്കാഡമിക് കൗൺസിലറോടും എത്രയും പെട്ടെന്ന് സംസാരിച്ച് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ CUET PG പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മാർച്ച് 11-ന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യം ഓർക്കുക. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യ ചോദ്യം, വാട്ട് ഈസ് ദി ഫസ്റ്റ് മന്ത് ഓഫ് ദി ശാഖ കലണ്ടർ? ശാഖ കലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ സൈഡ് കൊടുത്തിട്ടുണ്ട് നാഷണൽ കലണ്ടർ സിസ്റ്റം. അപ്പൊ ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ ആയിട്ട് അറിയപ്പെടുന്നതാണ് ശാഖ കലണ്ടർ. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 22-നാണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ 21-ന് സ്റ്റാർട്ട് ചെയ്യും. കനിഷ്കനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത് ഇന്ത്യൻ ട്രഡിഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെ ഏൻഷ്യൻ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഏരിയ, ഇത് കുറച്ച് പുതിയതാണ് പറയാം. 2022-ൽ ഇങ്ങനൊരു സെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ചെറിയ സംശയമുണ്ട്. പക്ഷെ ഈ വട്ടം ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ തിങ്സ് കുറെ അധികം ചോദിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ആൻസർ ഏതാണോ? വൈശാഖാണോ, മാഘയാണോ, കാർത്തികാണോ, ചിത്രയാണോ? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തുടങ്ങുന്ന മാസം. നമ്മളെ സംബന്ധിച്ച് മലയാളികൾക്ക് മേടമാണ് അല്ലേ, മാർച്ച് തൊട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ചിലപ്പം ഏപ്രിലും തുടങ്ങാറുണ്ട്. അത് നമ്മുടെ സൈക്കിള് മാറുന്നതനുസരിച്ച് വരും. ചൈത്രമാസം അല്ലെങ്കിൽ ചിത്രയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Statement 1. Gaganyaan is the maiden human spaceflight project of India for carrying Indian astronauts to space. വ്യോമമിത്ര accompanies Indian astronauts in space mission. ആ രണ്ട് കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുമ്പോൾ വ്യോമമിത്ര is a famous lady astronaut who accompanies the Gaganyaan spacecraft എന്നുള്ളതാണ്. അപ്പോൾ വ്യോമമിത്ര ഉണ്ടാവും എന്നുള്ള ഇവിടെ മേലെ പറയുന്നുണ്ട്, താഴെ പറയുന്നത് ഫേമസ് ലേഡി ആസ്ട്രോനോട്ട് ആണെന്നുള്ളതാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നോ റോങ് ആയിരുന്നോ എന്നുള്ളതാണ് താഴെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ ഗഗൻയാനെ പറ്റി നോക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് കറന്റ് അഫയേഴ്സ് പറയാം, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പറയാം. ഓക്കെ, സ്പേസിൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ISROയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലീപ്പാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ വരുന്ന വർഷം എന്തായാലും പ്രതീക്ഷിച്ചോളൂ. ISR റിലേറ്റഡ് ആയുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇതിൽ ഗഗൻയാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഗഗൻയാൻ എന്ന് പറയുന്നത് മെയ്ഡൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോജക്റ്റ്, അതിൽ തന്നെ പോയി. അപ്പോൾ ഗഗൻയാൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, മെയ്ഡൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മെയ്ഡൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ്. ആക്ച്വലി ഇത് അൺക്രൂഡ് ഫ്ലൈറ്റ് ആണ്. അൺക്രൂഡ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്രൂ ഉണ്ടാവില്ല. പിന്നെ ആരുണ്ടാവും? വ്യോമമിത്ര ഉണ്ടാവും. ഓക്കെ, അപ്പൊ വ്യോമമിത്ര കറക്റ്റ് അല്ലേ നിങ്ങൾ ചിന്തിക്കും, ലേഡി ആസ്ട്രോനോട്ട് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്രൂ ഇല്ല എന്നുള്ളത്. വ്യോമമിത്ര എന്നുള്ളത് ഒരു റോബോട്ട് ആണ്. ഓക്കെ, ലേഡി റോബോട്ട് ആണ്. വ്യോമമിത്ര അതിനകത്ത് ഉണ്ടാവുന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ ഫേമസ് ലേഡി ആസ്ട്രോനോട്ട് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ്. അതൊരു അൺമാൻഡ് സ്പേസ് ക്രാഫ്റ്റ് ആണ്. അതുപോലെ ഫേമസ് ലേഡി ആസ്ട്രോനോട്ട് നമുക്ക് വ്യോമമിത്രയെ മെൻഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് അത് റോബോട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ടച്ച് ദി ബോർഡർ ഓഫ് ചൈന? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്നത്? വെസ്റ്റ് ബംഗാൾ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്. ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് എടുക്കണമെന്ന് ഇവിടെ ഒരു നിർബന്ധവും ഇല്ല.
മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എ ആൻഡ് ഡി ഓൺലി, ബി ആൻഡ് ഡി ഓൺലി, എ സി ആൻഡ് ഡി, സി ആൻഡ് ഡി ഓൺലി. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെ? അപ്പൊ ഇത് നമ്മുടെ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ജോഗ്രഫി. ഓക്കെ, വേൾഡ് ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങളും എന്തായാലും പ്രതീക്ഷയോടെ എന്തായാലും ചോദിക്കും. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചൈനയുമായി ബോർഡർ പങ്കിടുന്ന 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് ഹിമാചൽ പ്രദേശ് ആണ്, രണ്ടാമത്തത് ഉത്തരാഖണ്ഡ് ആണ്. 2 സംസ്ഥാനങ്ങൾ മാത്രമല്ല, അത് ഇതിനകത്ത് 2 എന്നുള്ളതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. ബിയും ഡി ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇത് കൂടാതെ ജമ്മു ആൻഡ് കാശ്മീർ, സിക്കിം, അതുപോലെ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ചൈനയുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ടു ഹും ഡസ് ദ സ്പീക്കർ ഗിവ് ഹിസ് റെസിഗ്നേഷൻ? സ്പീക്കർ ആർക്കാണ് തന്റെ രാജിക്കത്ത് നൽകുക? ഡെപ്യൂട്ടി സ്പീക്കർക്കാണോ, പ്രൈം മിനിസ്റ്റർക്കാണോ, പ്രസിഡന്റിനാണോ, ഗവർണറിനാണോ? അത് അത്യാവശ്യം നല്ല ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഇത്രയും ബിഗ് പോസ്റ്റുകൾ തരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഗവർണർ ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, അതുപോലെ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, ഇവരൊക്കെ ഇവരുടെ റെസിഗ്നേഷൻ കൊടുക്കുക പ്രസിഡന്റിനാണ്. വൈസ് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഒക്കെ റെസിഗ്നേഷൻ പ്രസിഡന്റിനാണ് കൊടുക്കുക. പക്ഷെ സ്പീക്കർ തന്റെ റെസിഗ്നേഷൻ കൊടുക്കുക ഡെപ്യൂട്ടി സ്പീക്കറിനാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ റിസൈൻ ചെയ്യുകയാണെങ്കിൽ റെസിഗ്നേഷൻ ഏറ്റുവാങ്ങുക സ്പീക്കർ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. ഇത് നമ്മുടെ ലെജിസ്ലേച്ചർ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഫോട്ടോ സെൽ കൺവേർട്സ് ലൈറ്റ് എനർജി ഇൻടു. ഫോട്ടോ സെല്ലിന്റെ മറ്റൊരു പേര് സോളാർ സെൽ എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആക്കും കാര്യങ്ങൾ. ഫോട്ടോ സെൽ കൺവേർട്സ് ലൈറ്റ് എനർജി എടുത്തിട്ട് ഫോട്ടോ സെൽ എന്തായിട്ടാണ് അതിനെ പുറത്തേക്ക് വിടുന്നത്? ഹീറ്റ് എനർജി ആയിട്ടാണോ, ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണോ, കെമിക്കൽ എനർജി ആയിട്ടാണോ, മെക്കാനിക്കൽ എനർജി ആയിട്ടാണോ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, ഇലക്ട്രിക്കൽ എനർജി. നമുക്ക് വീടുകളിലൊക്കെ തന്നെ വെക്കുന്ന പോലെ സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ KCBക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ എല്ലാ സ്കീമുകളും ഇപ്പം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ബേസിക് സയൻസിന്റെ ഭാഗമാണെങ്കിൽ പോലും നമ്മുടെ ഒരു കോമൺ സെൻസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ 18ഓളം വരുന്ന സബ്ജക്ട്സിനും പാർട്ടേക്കുമുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് UG+ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കുക, സംസാരിക്കുക, എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സെഷൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നും കിട്ടുന്നതിനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. പീസ് ഔട്ട്.